ഹലോ മൈ സ്റ്റുഡൻസ്, നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ പെർസെപ്ഷനെ കുറിച്ചിട്ട് ഉള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ പെർസെപ്ഷനിൽ പറഞ്ഞു ഒരു വ്യക്തി എങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാട്, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. ഹൗ യു സീ ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് നമ്മൾ കാണൽ മാത്രമല്ല, വി ആർ ഇൻ്റർപ്രറ്റിംഗ് ദി തിങ്സ്. നമ്മൾ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. ഒരു കാര്യത്തെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കോഗ്നിറ്റീവ് തിങ്കിങ്ങും കൂടി വരും. ജസ്റ്റ് സീയിങ് മാത്രമല്ല, നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഫീലിംഗ് മാത്രമല്ല, നമ്മൾ അതിനുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സും കൂടി നടത്തുമ്പോൾ, ഒരു കോംപ്ലക്സ് പ്രോസസ്സും കൂടി ചെയ്യുമ്പോഴാണ് പെർസെപ്ഷൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലായ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്റ്റേണലായ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. ആ എക്സ്റ്റേണൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണേ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. 8 കാര്യങ്ങളാണ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറാണ്. നമ്മൾ ആ ഒബ്ജക്റ്റിനെ വിഷ്വലായിട്ടാണോ കാണുന്നത്, അത് ഓഡിറ്ററി ആണോ, വിഷ്വലാണോ, ഹിയറിംഗ് ആണോ, അതല്ല അതിൽ പിക്ചറുണ്ടോ, പീപ്പിൾ ഉണ്ടോ, ആനിമൽസ് ഉണ്ടോ, ഇതൊക്കെ നമ്മളുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമുക്കറിയാം, ഒരു പിക്ചറിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഡ്രോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ 5 പോയിൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ 5 പോയിൻറ്റ്സിനെ ഒരു ബ്രാഞ്ചിൻ്റെ 5 ലെവലായിട്ടൊരു ട്രേഡ് 5 ലെവലോ അല്ലെങ്കിൽ ഒരു ഫിംഗറിന് 5 ലെവൽ പോലെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യണ എക്സ്റ്റേണൽ ഫാക്ടർ, ആദ്യത്തെ ഫാക്ടേഴ്സ് നമ്മുടെ നാച്ചുറൽ തന്നെയാണ്. അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്ന ആ ഒബ്ജക്റ്റിൻ്റെ സ്വഭാവം, ആ ഒബ്ജക്റ്റ് പിക്ചറൈസ് ആയിട്ടാണോ, ആ ഒബ്ജക്റ്റ് വിഷ്വലൈസ്ഡ് ആണോ, ആ ഒബ്ജക്റ്റ് ഹിയർ ചെയ്യാണോ, ഓഡിയോ മാത്രമാണോ കേൾക്കുന്നത്, ഇതിനനുസരിച്ചിരിക്കും നമ്മുടെ പെർസെപ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ ലൊക്കേഷൻ. നമ്മൾ ഏത് ലൊക്കേഷനാണ്, അതായത് നമുക്കറിയാം വിഷ്വലാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ലൊക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത്. അപ്പം നമുക്കറിയാം റെഡ്, എന്തുകൊണ്ടാണ് റെഡ് ആൾക്കാർ റെഡ് ഡാർക്ക് കളേഴ്സൊക്കെ നമ്മൾ ഈ സിഗ്നൽസിൽ വെക്കുന്നത്, കാരണം ബ്രൈറ്റ് ലൈറ്റ്സാണ് നമ്മൾ കമ്പയർ ടു സോഫ്റ്റ് സ്മെല്ലിനെ ലൈറ്റിനെയും കാട്ടിയും കൂടുതലായിട്ട് നമ്മളിനെ എന്താ പറയുക പെർസീവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വീക്കും ഡിം ലൈറ്റിനെയും സോഫ്റ്റ് ലൈറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ് ലൈറ്റ്സാണ് കുറച്ചും കൂടി സ്ട്രോങ് ഉള്ള ഈ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റിയാണ്. ആ ഇൻറ്റൻസിറ്റി ഹൈ ആകുമ്പോൾ നമ്മൾ ചാൻസസ് ഓഫ് സിലക്ഷൻ, നമ്മൾ പറഞ്ഞു പെർസെപ്ഷനെ എങ്ങനെ പെർസെപ്ഷൻ്റെ പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റിമുലിയെയും നമ്മൾ സെലക്ട് ചെയ്യില്ല, കുറച്ച് സ്റ്റിമുലിയെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ ഇൻറ്റൻസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരുപാട് ലൈറ്റ് കഴിഞ്ഞ് പോവുകയാണെന്ന് വിചാരിക്കും, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സ്റ്റിമുലി ഞാൻ സെലക്ട് ചെയ്യുക ഡാർക്കായിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടുതലുള്ള സ്റ്റിമുലീസ് ആയിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പോൾ സ്റ്റിമുലീസിലെ ഇൻറ്റൻസീവ് ആയാൽ നമ്മൾ സെലക്ഷന് ചാൻസ് ഉണ്ട്, പെർസെപ്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. 3 കാര്യമാണ് പറഞ്ഞത്. 4ാമത്തെ കാര്യം പറയുന്നതാണ്, ഏതാണ് കുറിച്ചിട്ടാണ് പറയുന്നത്, ഹൗ അട്രാക്റ്റ്, അതായത് സൈസ്. നമ്മൾ സൈസ് അട്രാക്ട് അറ്റൻഷൻ, അതായത് സ്മോൾ സൈസിനായിട്ട് ബിഗ് സൈസ് ഉള്ളത് ബിഗ് സൈസാണ് നമ്മൾ കൂടുതൽ പെർസീവ് ചെയ്യാം. നമുക്കറിയാം, കുഞ്ഞു കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നോക്കൂ, മെയിൻ ഹെഡിങ് ബിഗായിട്ടും അതിൻ്റെ കണ്ടൻറ്റ് സ്മോളായിട്ടും, പിന്നെ നമ്മൾ ഡാർക്കായിട്ട് സൈസ് കൂട്ടിയിട്ടൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന മെയിൻ പോയിൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ സൈസ് പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ഫാക്ടറാണ്. പിന്നെ കോൺട്രാസ്റ്റ്, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മൾ അതാണ് നമ്മൾ വന്നത് ഗെറ്റിംഗ് അറ്റൻഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ യുണീക്ക്നെസ്, അതായത് കോൺട്രാസ്റ്റ്, ഇതൊക്കെയാണ് പറയുന്നത്. ഈ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ ഈ കോൺട്രാസ്റ്റായ കളേഴ്സ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റായ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇതൊക്കെ അട്രാക്ഷനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മൂവ്മെൻറ്റ്സ്, അതായത് ഒരു സ്റ്റാറ്റായിട്ട് നിൽക്കണതിനെക്കാട്ടി മൂവ് ചെയ്യണ ഒബ്ജക്ട്സാണ് മോർ അറ്റൻഷൻ കിട്ടുക. അതൊക്കെ നമുക്ക് അറിയണ കാര്യമല്ലേ.
ഓക്കെ. അതായത് നമ്മളുടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം മൂവ് ചെയ്യുമ്പോഴാണ്, അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പോൾ നിങ്ങൾ അത്രയും അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കണ്ണൊക്കെ മൂവ്മെൻറ്റ്സ് വരില്ലേ. അതേപോലെ ഒരു പെർസെപ്ഷനിലെ ഒരു മൂവ്മെൻറ്റ്സുള്ള പെർസെപ്ഷനാണ്, മൂവ്മെൻറ്റ്സുള്ള ഒരു ഒബ്ജക്ട്സാണ് മോർ അറ്റൻഷൻ വരിക. പിന്നെ അത് റിപ്പീറ്റേഷൻ, നമുക്കൊരു പെർസീവ് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ടി വിയിൽ നമ്മൾ സാധനം വാങ്ങിക്കുന്നത് ഒരേ പരസ്യം ഒരുപാട് പ്രാവശ്യം കാണിക്കില്ല, ഒരു നേരമാണോ കാണിക്കുകയല്ല. കാരണം ഒരുപാട് പ്രാവശ്യം കാണിച്ചാലാണ് നമുക്ക് അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അത് വാങ്ങിപ്പിക്കാൻ പറ്റുള്ളൂ. പെർസെപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് പറയണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നോവൽറ്റി ആൻഡ് ഫെമിലാരിറ്റി. നോവൽറ്റി വെച്ചാൽ അത് എന്തെങ്കിലും ഒരു അറ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ അത് ആ ഒബ്ജക്ട്സ് ഫെമിലിയർ ആവും വേണം, നോവലായിരിക്കും വേണം. ഓക്കെ. അപ്പോൾ ഇതും 8 കാര്യങ്ങൾ നമ്മൾ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ പെർസെപ്ഷൻ ഇത്ര കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ലേണിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് കണ്ട് പഠിപ്പിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് വരേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇത്രയും ഫാക്ടേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പെർസെപ്ഷനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൗ യു സീ ദി എൻവയോൺമെൻറ്റ്, അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ 5 സെൻസ് ഓഫ് ഓർഗൻസിലൂടെ നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യും. ഈ ഗ്യാദർ ചെയ്തതിന് നമ്മുടെ ഇൻപുട്സിന് നമ്മളതിനെ ഒരു മീനിങ് കൊടുക്കും. അതാണ് നമ്മൾ പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് സെൻസറി ഇംപ്രഷൻസിനെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പെർസെപ്ഷൻ ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് വളരെയധികം വ്യത്യാസപ്പെടും. ഒരേ കാര്യങ്ങളെ ഡിഫറെൻറ്റ് പീപ്പിൾ പെർസീവ് ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ദി സെയിം സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, സെയിം സിറ്റുവേഷനെ ഡിഫറെൻറ്റ് തിങ്സും ഡിഫറെൻറ്റ് പീപ്പിളും ഡിഫറെൻ്റായിട്ട് അസസ് ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് മീനിങ് കൊടുക്കുക. അതായത് ഒരു സെർട്ടൺ പേഴ്സൺസ് പല കാര്യങ്ങളും ഒരുപോലെ കാണില്ല. അപ്പോൾ ഒരാൾ തന്നെ ഒരു കാര്യങ്ങൾ ഒരുപോലെ കാണില്ല. ഇതാണ് വ്യത്യാസം. അതായത് ഒരു കാര്യത്തെ എല്ലാവരും ഒരുപോലെ കാണില്ല. ഈ ഒരു വ്യക്തി തന്നെ എല്ലാ കാര്യത്തെയും ഒരുപോലെ കാണില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ കാണുന്നതും നമ്മളുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി ടീച്ചേഴ്സും ഒരു കാര്യത്തെ കാണുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ BBLത്തെ കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ഇവിടുത്തെ പെർസെപ്ഷനും BCom പെർസെപ്ഷനും നമ്മൾ വ്യത്യാസമാവുന്നത്. ഓക്കെ. അപ്പോൾ പെർസെപ്ഷൻ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സണാണ്. ഡിഫറെൻറ്റ് തിങ്സിനെ പെർസീവ് ചെയ്യുന്നത് സെയിം പേഴ്സൺ ഡിഫറെൻ്റ്ലി ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് നമ്മൾ പറയുക എന്താണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻസ് സ്റ്റീഫൻ റോബിൻസ് ഡെഫിനേഷൻസ് ഉണ്ട്, ഹാലർ ഗ്ലിംബറിൻ്റെ ഡെഫിനേഷൻസ് ഉണ്ട്, ഉദയ് പേക്കറിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ഈ പെർസെപ്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. സെയിം ഇവൻറ്റ്സിനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിഫറെൻറ്റ് പീപ്പിൾസ് പെർസീവ് ചെയ്യുക. സിറ്റുവേഷൻ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ചെയ്യുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് സെൻസേഷനിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. സെൻസേഷൻ ജസ്റ്റ് ഹിയറിങ് മാത്രമാണ്. അതിന് ഒരു മെൻ്റൽ പ്രോസസ്സ് കൊടുക്കുക പെർസെപ്ഷനാണ്. കോംപ്ലക്സ് പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സസ് ഉണ്ട്. നമ്മൾ സ്റ്റിമുലിയെ റിസീവ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. പിന്നെ അതിന് ഫാക്ടേഴ്സ് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ 12 ഫാക്ടേഴ്സാണ്. നമ്മുടെ ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ റോള്, സ്പെഷ്യലൈസേഷൻ, നീഡ്സ്, ഏജ് ഡിഫറൻസ്, ഇൻട്രസ്റ്റ്, ആംബിയൻസ്, എക്സ്പീരിയൻസ് ആൻഡ് പേഴ്സണാലിറ്റി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബിലീവ്സ്. ഇത്രയും 12 കാര്യങ്ങൾ നമ്മൾ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ എൻ്റെ ബിലീഫ്സ് അനുസരിച്ച് ഞാൻ പെർസീവ് ചെയ്യുക. ഇന്നത് പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായ 8 ഫാക്ടേഴ്സ്: നോവൽറ്റി ആൻഡ് ഫെമിലാരിറ്റി, റെപ്പിറ്റേഷൻ, മൂവ്മെൻറ്റ്സ്, കോൺട്രാക്ട്സ്, സൈസ്, ഇൻറ്റൻസിറ്റി, ലൊക്കേഷൻ ആൻഡ് നാച്ചർ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നേരിട്ട് പഠിപ്പിക്കാനുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.